അരിയിൽ ഷുക്കൂറിന്റെ മണ്ഡലമാണിത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അക്രമരഹിത കേരളമെന്നാണ്. രണ്ടാമതായി, അരിയിൽ ഷുക്കൂറിനെ ഓർക്കാതെ എങ്ങനെയാണ് അക്രമരഹിത കേരളത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത കേവലം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് കൊന്നുതള്ളിയത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അരുതെന്നു പറയാൻ, നിങ്ങൾ അക്രമമുണ്ടാക്കരുത് എന്ന് പറയാൻ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ഒരു യുവജനയാത്രയുമായി കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യാത്ര കടന്നു വരുമ്പോ വഴിവക്കിൽ വെച്ച് ട്രാഫിക് തടസ്സം നേരിട്ടതായി ബഹുമാനപ്പെട്ട ജാഥ നായകന് ബോധ്യമായി. ഞങ്ങൾ ജാഥ തുടങ്ങിക്കഴിഞ്ഞാൽ ജാഥ നിൽക്കാതെ, ഇടക്ക് സ്വീകരണമുണ്ടെങ്കിൽ പോലും ജാഥ നിൽക്കരുത് എന്നാണ് ഞങ്ങളുടെ നിബന്ധന. നിങ്ങളിവിടെ സ്വീകരണം ഒരുക്കിയപ്പോ ഞങ്ങൾ ജാഥ നിന്നില്ലല്ലോ, ഞങ്ങൾ മാത്രം ഇവിടെ കയറി ജാഥ മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. പക്ഷെ അല്പം ഗതാഗത തടസ്സമുണ്ട് എന്ന് കരുതിയപ്പോ ഈ ജാഥയുടെ നായകൻ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ പറഞ്ഞത് ജാഥ നിർത്തിവെക്കണം, വാഹനങ്ങൾ കടത്തിവിടണം എന്നാണ്. ഗതാഗത തടസ്സമുണ്ടാക്കി മണിക്കൂറുകളോളം വാഹനം ഗതാഗതം സ്തംഭിപ്പിച്ചിട്ട് ഈ ജാഥ വിജയിച്ചു എന്ന് പറയേണ്ട ഗതികേട് പാണക്കാട്ട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിനില്ല എന്നാണ് തങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത്. പല നിലക്കും മാതൃകയാകാൻ, രാഷ്ട്രീയ പാർട്ടികളോട് യുദ്ധപ്രഖ്യാപനം നടത്താനല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാവാനാണ് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെ ഈ ജാഥ. ഞങ്ങളുടെ വലിയ ലക്ഷ്യവുമായിട്ടാണ് ഈ ജാഥ നയിക്കുന്നത്. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുമ്പോ ഈ നാടിന്റെ പൈതൃകം അതല്ല എന്നോർമ്മപ്പെടുത്താനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ജാഥ. ഇന്ന് തങ്ങള് രാവിലെ പയ്യന്നൂരിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നു. അവർ ആചാരപ്രകാരം തങ്ങളെ സ്വീകരിച്ചിട്ട് തങ്ങളോട് പറഞ്ഞു, ഈ അമ്പലം കണ്ടില്ലേ, ഒരു ബോർഡ് കണ്ടില്ലേ നിങ്ങൾ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ഈ ക്ഷേത്രത്തിൽ ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനമില്ല. പക്ഷെ ഈ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കാറുണ്ട്. ആ ഉത്സവം നടക്കുമ്പോ ഈ നാട്ടിലെ മുസ്ലിങ്ങളാണ് പഞ്ചസാരയുമായി ഈ ക്ഷേത്രത്തിലേക്ക് വരിക. അന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയുള്ള ഹിന്ദുക്കളല്ലാത്ത മറ്റൊരു വിഭാഗം മുസ്ലിങ്ങളാണ്. അങ്ങനെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതമൈത്രിയുടെ കഥ പറയുന്ന ഈ നാടിന്റെ പാരമ്പര്യം നിലനിർത്താനാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ യാത്ര നയിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അധികാരത്തിലേറാൻ വേണ്ടി ഈ രാജ്യത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുന്നവർക്ക് വെല്ലുവിളിയായി ഡിസംബർ 24-ാം തീയതി ലക്ഷക്കണക്കിന് പ്രവർത്തകർ അണിനിരത്തി, 15,000 വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ അണിനിരത്തി ഈ ജാഥ പുത്തരിക്കണ്ണം മൈതാനിയിൽ സമാപിക്കുമ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ജാഥയുടെ നായകൻ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളും പ്രഖ്യാപിക്കും, കേരളത്തിൽ നിന്ന് മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി 20 എംപിമാർ കൈവെക്കുമ്പോ ആ 20 എംപിമാർ UDFന്റെ എംപിമാരായിരിക്കും, നിങ്ങൾക്ക് കൈവെക്കുന്നവരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ യാത്ര എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുദ്രാവാക്യം നെഞ്ചേറ്റുപിടിക്കാൻ, ഒപ്പം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നെറികേടുകൾ തുറന്നു കാണിക്കാൻ ഇവിടെ പ്രിയപ്പെട്ട സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ വിശദീകരിച്ച് സംസാരിച്ചു. ഞാനതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മന്ത്രിമാരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും അത് AKG സെൻട്രൽ നിയമിച്ചവരല്ല, അത് കേന്ദ്രത്തിൽ നിന്ന് ഡൽഹിയിലെ പോളിറ്റ് ബ്യൂറോ നിയമിച്ച മന്ത്രിയാണെങ്കിലും അവരെയൊക്കെ പിടിച്ച് താഴെയിറക്കാനുള്ള കെൽപ്പുള്ളവരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെന്ന് അത്തരക്കാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഴിമതി വീരന്മാരെയും സ്ത്രീവിരുദ്ധരെയും ഒരു MLA-ക്കെതിരെ പാർട്ടി 6 മാസം സസ്പെൻഷനാണ്. ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് എങ്ങനെയാണ് സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിയുക? സ്ത്രീകളെ പീഡിപ്പിച്ചാൽ, സ്ത്രീകളെ അപമാനിച്ചാൽ പാർട്ടിയിൽ നിന്ന് 6 മാസം ശിക്ഷ. 6 മാസം CPM ശിക്ഷ വിധിച്ച എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്? കട്ടൻ ചായ കുടിക്കാൻ പാടില്ല, പരിപ്പുവട കഴിക്കാൻ പാടില്ല, ദേശാഭിമാനി പത്രം നോക്കാൻ പാടില്ല, കൈരളി പീപ്പിൾ ചാനൽ കാണാൻ പാടില്ല, AKG സെന്ററിന്റെ മുറ്റത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, അകത്ത് കയറാൻ പാടില്ല. ഇതാണോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ ആ കുറ്റം തെളിഞ്ഞു എന്ന് കണ്ടാൽ ഏറ്റവും ചുരുങ്ങിയത് 3 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ IPC-യിൽ ഉണ്ട്. അപ്പോഴാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ, ആളുകളെ പരിഹസിക്കുന്ന, സ്ത്രീവിരുദ്ധന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സ്ത്രീ സുരക്ഷയുള്ള ബില്ലിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത്? നിയമനിർമ്മാണ സഭയിലെ അംഗം
ഈ പറയുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അംഗമാകുമ്പോ എങ്ങനെയാണ് സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ഇവർക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള നെറികേടുകൾ തുറന്നു കാണിക്കാൻ കൂടിയാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ യുവജനയാത്ര. ഈ യുവജനയാത്രയുടെ മുദ്രാവാക്യം